ഹലോ, തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഗൗരി പാർവതി ബായി എന്നുള്ള ഒരു ഭരണാധികാരിയെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം മുഴുവൻ സമയ റീജൻ്റായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ രാജ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഗൗരി പാർവതി ബായി എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിന്, അതായത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്, രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിന് പ്രായം തികയുന്നത് വരെയുള്ള കാലത്തേക്ക് റീജൻ്റായിട്ടാണ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ഗൗരി പാർവതി ബായിക്ക് ഇങ്ങനെ റീജൻ്റായിട്ട് നിയമിക്കപ്പെടുമ്പോൾ ആകെപ്പാടെ 13 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. സാമൂഹിക ഭരണ രംഗങ്ങളിൽ പുരോഗമനാത്മകമായ സംഭവവികാസങ്ങളാൽ ശ്രദ്ധേയമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കേണൽ മൺറോ ദിവാൻ പദവിയിലുണ്ടായിരുന്നു. പക്ഷേ 1814 തന്നെ പുള്ളി ദിവാൻ പദവിയിൽ നിന്ന് വിരമിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ ഗൗരി പാർവതി ബായിയുടെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ഈ സഹോദരിയായിരുന്നത് ആരാണ്? നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഗൗരി ലക്ഷ്മിബായിയാണ്. ഓക്കെ, അപ്പോൾ ഗൗരി ലക്ഷ്മിബായിയുടെ മരണശേഷം ഈ അവരുടെ ഭർത്താവായിട്ടുള്ള രാജരാജവർമ്മ കോയിത്തമ്പുരാൻ്റെ രക്ഷാകർതൃത്വമൊക്കെ ഗൗരി പാർവതി ബായിക്ക് ഉണ്ടായിട്ടുണ്ട്. ഗൗരി പാർവതി ബായിയുടെ ഭരണകാലത്ത് കൃഷിക്കും വാണിജ്യത്തിനും ഗണനീയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കച്ചവട സൗകര്യത്തിനായി ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാർവതി പുത്തനാർ എന്ന് പറഞ്ഞ സംഭവം ഇവരുടെ കാലത്ത് പണിയുന്നുണ്ട്. പാർവതി പുത്തനാർ എന്നാണ് അതിൻ്റെ പേര്. തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. 1816 ലണ്ടൻ മിഷൻ നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം കൊടുത്തത് ഇവരാണ്. 1816 ലണ്ടൻ മിഷന് നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം ഇവർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊല്ലം ജില്ലയിലെ കല്ലടയിലുള്ള ഒരു തുരുത്ത്, മൺറോ തുരുത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്, ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ മൺറോ തുരുത്ത് വിട്ടുകൊടുക്കുന്നത്. ഈ വക നടപടികളിൽ കേണൽ മൺറോയ്ക്ക് പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു. സാമൂഹിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന നിരവധി രാജകീയ വിളംബരങ്ങൾ ഇക്കാലത്തുണ്ടായി. ഹിന്ദു മതാനുഷ്ഠാനത്തോടനുബന്ധിച്ചുള്ള ജോലികൾക്ക് ഊഴിയം എന്ന സേവനം ചെയ്യാൻ, ഈ ഊഴിയം എന്ന് പറഞ്ഞ സേവനം എന്താണെന്നറിയാമോ? ഫ്രീ ആയിട്ടാണ്, അതിന് കൂലിയൊന്നും കൊടുക്കൂല. ഓക്കെ, അപ്പം ഇങ്ങനെ ഊഴിയവേല ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിയാന്മാരായ ക്രിസ്ത്യാനികളെ കൊണ്ട് ഇങ്ങനെ ഊഴിയം വേല ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതെല്ലാം വിലക്കി. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിസ്ത്യാനികളെ കൊണ്ട് പൊതുസ്ഥാപനങ്ങളിൽ പ്രവർത്തി ചെയ്യിപ്പിക്കരുത് എന്ന് ഒരു വിളംബരവും ഇറക്കി. ആധാരങ്ങളെ ഓലയിൽ എഴുതണമെന്നും അതുപോലെ തന്നെ നിർദ്ദിഷ്ടമായ സ്റ്റാമ്പുകൾ ഒട്ടിക്കണമെന്നും അദ്ദേഹം വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അപ്പോൾ ആധാരങ്ങൾ ഓലയിൽ എഴുതുമ്പോൾ അതിന് നിർദ്ദിഷ്ടമായിട്ടുള്ള സ്റ്റാമ്പുകൾ ഒട്ടിക്കണം. അങ്ങനെ ചുമ്മാ എഴുതി വിട്ടാലൊന്നും പോരാ, കറക്റ്റായിട്ടുള്ള മുദ്ര പതിപ്പിക്കണം എന്നുള്ള പോലെ സ്റ്റാമ്പുകളൊക്കെ പതിപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. ശൂദ്രജാതിയിൽപ്പെടുന്നവരും മറ്റും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിൻ്റെ നിയന്ത്രണം പിൻവലിച്ചു. മറ്റ് സാധാരണ ജനങ്ങൾക്ക്, അതായത് ശൂദ്രജാതിയിൽപ്പെടുന്ന താഴ്ന്ന വിഭാഗങ്ങൾക്കൊന്നും നമ്പൂതിരിമാരെ പോലെയോ ക്ഷത്രിയ സ്ത്രീകളെ പോലെയോ ഒന്നും വെള്ളി ആഭരണങ്ങളോ സ്വർണ്ണമൊന്നും ധരിക്കാൻ പാടില്ലെന്നുണ്ടായിരുന്നു. ഈ ഒരു നിയന്ത്രണമൊക്കെ പിൻവലിക്കുന്നുണ്ട്. ദേവസ്വം കുടിയാന്മാരാണെങ്കിൽ ചെട്ടിയാന്മാർ തുടങ്ങിയ ജാതികളിൽ നിന്ന് തലപ്പണം ഈടാക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവിട്ടു. ഓക്കെ, തലപ്പണം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ഈടാക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവും ഇദ്ദേഹം പുറത്തിറക്കുന്നുണ്ട്. കേസുകളിൽ പ്രതികളായിട്ടുള്ള കക്ഷികളുമായി ന്യായാധിപന്മാർ സ്വകാര്യമായി കോടതിയിൽ വെച്ചോ പ്രതികളുടെ ഗൃഹങ്ങളിൽ വെച്ചോ സംഭാഷണം നടത്തുകയോ പ്രതികൾ ന്യായാധിപന്മാരുടെ വീട്ടിൽ പോയി കാണുകയോ ചെയ്യുന്നത് നിരോധിച്ചു. കാപ്പിക്കൃഷി തുടങ്ങുന്നതിന് പൊതുവെ അംഗീകാരം നൽകിയതായിരുന്നു മറ്റൊരു പരിഷ്കാരം. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശവും രാജകീയ വിളംബരത്തിലൂടെ ഇവർ പുറപ്പെടുവിപ്പിച്ചു. അങ്ങനെ 1829 രാമവർമ്മ രാജകുമാരന് 16 വയസ്സ് പൂർത്തിയായതോടെ റാണി രാജ്യമേൽപ്പിച്ചു കൊടുത്തു. പിന്നീടുള്ള കാലം പൊതുജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് വിശ്രമ ജീവിതം നയിച്ചു. പ്രജാക്ഷേമ തൽപരയായ ഒരു ഭരണാധികാരിയായി ചരിത്രം റാണി ഗൗരി പാർവതി ബായിയെ വിലയിരുത്തുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക കേട്ടോ.